നമുക്ക് വെൽക്കം ചെയ്യാം. Let's give a grand round of applause to the beautiful bride and the handsome groom to the stage. നല്ലൊരു കൈയടി. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ആ ഒരു ഇൻട്രോട്ടാണ് ചേട്ടൻ, ഇൻട്രോട്ടാണ് ചേച്ചി പറയുന്നത്. ഈ ഒരു അവസരത്തിൽ എന്താണ് ചേട്ടനെ ചേച്ചി എടുത്ത് പറയാനുള്ളത്? ഇത്രയും വലിയൊരു സർപ്രൈസ് ഒക്കെ കൊടുത്ത് ചേച്ചി എന്താ പറയണ്ടേ, ആനന്ദാശ്രമം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? ചെറുതായിട്ട് കരയുന്നതൊക്കെ ഞാൻ കണ്ടു, സന്തോഷം കാരണം. എന്താണ് ചേച്ചി എടുത്ത് ഈ അവസരത്തിൽ ചേട്ടന് പറയാനുള്ളത്? നല്ലൊരു കയ്യടി കൊടുക്കും. നമ്മുടെ ഓഡിയൻസ് അല്ലേ ഇവരെ സപ്പോർട്ട് ചെയ്യേണ്ടത്. നമ്മുടെ ഗ്രൂം ചേച്ചി എന്ന് പറയുന്നത് ഒരു 7th 8th സ്റ്റാൻഡേർഡ് തൊട്ട് താറെന്ന് പറയുന്ന 2010 ലോഞ്ച് ചെയ്യുന്നത്. താറെന്ന് പറയുന്ന വണ്ടിയോട് ചേച്ചിക്ക് ഭയങ്കര ക്രേസ് ആയിരുന്നു. എന്നുവെച്ചാൽ എവിടെ കണ്ടാലും നോക്കും, അത്ര ക്രേസ് ഉള്ള ഒരാളായിരുന്നു. ഈ കൂടെ നടക്കുന്ന ആൾക്കാരുടെ സന്തോഷം നമുക്കും കിട്ടുമെന്ന് പറയുന്ന പോലെ ചേച്ചിയുടെ സന്തോഷം പിന്നെ ചേട്ടൻ്റെതുമായി മാറി. ഈ ഒരു നിമിഷത്തിൽ എന്താ പറയണ്ടേ, ഫ്രണ്ട്സിൻ്റെ ഫാമിലിയുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവരൊന്നാവുന്ന ഈ ഒരു നിമിഷത്തിൽ ചേട്ടൻ ഇത്രയും വലിയൊരു സർപ്രൈസ് കൊടുക്കാനുള്ള കാര്യം ചേച്ചിയുടെ കുറേ എനിക്കൊന്നൊരു 15 വർഷത്തോളം ആയിട്ടുള്ള ഒരു ബക്കറ്റ് ലിസ്റ്റിലെ ഒരു സാധനമാണ് താറെന്ന് പറയുന്നത്. അത് ഈ ഒരു നിമിഷം കിട്ടുക എന്നുള്ളത് ചേച്ചിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. നല്ലൊരു കൈയടി. ഇത്രയും നല്ലൊരു സർപ്രൈസ് പ്ലാൻ ചെയ്ത ഗ്രൂമിനും ഗ്രൂമിന്റെ കൂടെ ഉണ്ടായിരുന്ന ടീമിനും എല്ലാവർക്കും ഞാനൊരു താങ്ക്സ് പറയാണ്. ഈ ഒരു അവസരത്തിൽ ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ വന്ന എല്ലാവരോടും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഈ ഒരു സ്റ്റേജിൽ ഇരുന്ന് ഞാനിങ്ങനെ ഫ്രണ്ടിലുണ്ട്. ആക്ച്വലി ഞാനൊരു ആക്ടറാണ്, പക്ഷേ ഈ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ പ്രഷർ ആദ്യമായിട്ടാണ് ഞാൻ അനുഭവിക്കുന്നത്. ആൾക്കാരെ ഫേസ് ചെയ്യുമ്പോൾ ആരെങ്കിലും മിസ് ആവുമോ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഫ്രണ്ട് ഇരിക്കുന്നത് കാണുമ്പോൾ മൈ ഹാർട്ട് ഇസ് സോ ഫുൾ. പറയാതെ വയ്യ. ആക്ച്വലി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ജേക്കബ് അങ്കിൾ റിട്ടയർഡ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ആയിരുന്നു ആൻഡ് സീത ജേക്കബ്, രണ്ടുപേരെയും ഞാൻ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. നല്ലൊരു കൈയടി കൊടുക്കാം. അച്ഛനും അമ്മയ്ക്കും മോൾ ഈ ഒരു സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കുക, മോളുടെ എന്താ പറയുക, ഭയങ്കര സന്തോഷമുള്ള നിമിഷമാണ്. അച്ഛനും അമ്മയും ഉള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ ഈ സ്റ്റേജിൽ നിൽക്കാൻ പേടിക്കുക. ഇവര് തമ്മില് എത്രമാത്രം മനപ്പുറത്തുണ്ടെന്നൊക്കെ അറിയണ്ടേ? അപ്പൊ നമുക്ക് ഇതിനു മുമ്പ് റിസപ്ഷൻസ് ഒക്കെ കൂടിയിട്ടുള്ളവർക്ക് അറിയായിരിക്കും. ഷൂ ഗെയിം എന്താണെന്നറിയോ? ഷൂ ഗെയിം എന്ന് വെച്ചാൽ നമ്മൾ ഇവരെ രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഇരിക്കുന്നത്. ഇവർക്ക് തമ്മിൽ കാണാൻ പറ്റില്ല, നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇരിക്കും. എന്നിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇപ്പം ആൻസർ, ഇപ്പം ഉദാഹരണത്തിന് ഇപ്പൊ ബ്രൈഡിന്റെ അഞ്ചേച്ചിയുടെ പേരാണ് ആൻസർ എങ്കിൽ അഞ്ചേച്ചിയുടെ ഷൂ ആയിരിക്കണം ഉയർത്തേണ്ടത്. നേരെ മറിച്ച് ചേട്ടനെ ആണെങ്കിൽ ചേട്ടന്റെ ഷൂ ആയിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ക്രോസ് ഓവർ ചെയ്തിട്ടായിരിക്കും. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാകും. നല്ല രസമായിരിക്കും. നമുക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കാം. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആണ്. സ്വന്തമായിട്ട് ഉത്തരം പറയാതെ ചേച്ചി ബ്യൂട്ടിഫുൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ കൂട്ടത്തിൽ ഏറ്റവും റൊമാൻറ്റിക് ആരാണ്? രണ്ടുപേരും റൊമാൻറ്റിക് ആയിട്ട് അച്ഛനും അമ്മയ്ക്ക് കാണുന്നത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തരം പറഞ്ഞിരിക്കും. നല്ല കയ്യെ കൊടുത്ത് നിങ്ങൾ എന്തോ ഒരു എനർജി, എനിക്ക് മാത്രമേ എനർജി കിട്ടൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ തമ്മിൽ
തിരിഞ്ഞൊക്കെ ചോദിക്കും. ആ ചേച്ചി തന്നെ, ചേച്ചിയാണ്. Okay, ഈ കൂട്ടത്തിലെ ഏറ്റവും ഫുഡി ആരാണ്? ഫുഡി രണ്ടുപേരും ഫുഡിയാണ്. ഓക്കെ, ഈ കൂട്ടത്തിലെ ആദ്യം ഫോളിംഗ് ലവ് ആരാണ്? ആദ്യം ഇഷ്ടം. Correct answer. രണ്ടുപേരും സെയിം ഉത്തരമാണ് പറഞ്ഞത്. ഓക്കെ, ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സ് ഉള്ളത് ആർക്കാണ്? Correct. എനിക്ക് തോന്നി ചേച്ചിയുടെ ഫ്രണ്ട്സ് ആണ് ഇവിടെ കൂടുതലുള്ളത്. ഈ കൂട്ടത്തിൽ ഏറ്റവും നന്നായി പാട്ട് പാടുന്നതാരാണ്? ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് കഴിഞ്ഞ് ചേച്ചിയുടെ ഒരു സോങ് കേൾക്കാം. ആ സോങ് ആര് പാടുന്ന അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ ട്രിക്കി ആയിട്ട് ചോദിച്ചത്. ഈ കൂട്ടത്തിൽ ഏറ്റവും നന്നായി ഡാൻസ് കളിക്കുന്നത് ആരാണ്? ഓ കറക്റ്റ് ആൻസർ. ചേട്ടൻ ഡാൻസ് കാണാൻ പറ്റുമോ? കുറച്ച് കഴിഞ്ഞ് കാണാം. ഓക്കെ, നല്ലൊരു ഗെയിം ആയിരുന്നു. ഇത്രയും ഇന്ററാക്ട് ചെയ്യാൻ സാധിച്ചത് ഹാപ്പി. ഓക്കെ, നല്ലൊരു കൈയ്യടി കൊടുക്കാം. ചേച്ചിയുടെ കുറച്ച് ഫ്രണ്ട്സിനെ നിർത്തും. കൈയുടെ വിരലിൽ മാത്രം ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ. വിരലിൽ മാത്രമേ, കയ്യിൽ മുഴുവൻ പാടെ പോലും ടച്ച് ചെയ്യാൻ പറ്റില്ല. ആർക്ക് വേണമെങ്കിലും വരാം. കൈയുടെ വിരലിൽ മാത്രം ടച്ച് ചെയ്തുകൊണ്ട് ഇതിലേതാണ് അനുചേച്ചിന്ന് കണ്ടുപിടിക്കണം. വേറെ കൈയുടെ മുകളിലോട്ട് പോയി ടച്ച് ചെയ്യാൻ പറ്റില്ല. കൈയുടെ വിരലിൽ മാത്രം ടച്ച് ചെയ്ത് നമുക്ക് എത്രമാത്രം അനുചേച്ചിനെ ആ വിരലുകൾ കൊണ്ട് ചേട്ടന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് നോക്കാം. ആ കാണിച്ചു കൊടുക്കണ്ട. ഓക്കെ, ഞാൻ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രണ്ട്സ് എല്ലാം ആർക്ക് വേണമെങ്കിലും വരാം. ഓക്കെ, വിരൽ മാത്രമേ കൊടുക്കാവൂല്ലേ? ഇല്ല, കഴിഞ്ഞില്ല. കിട്ടിയോ? ആളുണ്ടോ ഇതിനിടയ്ക്ക്? നീ തോന്നിയില്ലല്ലോ. ഈശ്വര, മേലോട്ട് പറ്റില്ല, വിരലിൽ മാത്രം. എത്രാമത്തെ? അയ്യോ ചേച്ചി ഇങ്ങനെ കൊണ്ട് എന്തായാലും ഒന്നുകൂടെ ഒരു ചാൻസ് കൂടെ വേണോ? നല്ലൊരു കൈയ്യടി ഇതിലില്ല ചേച്ചി. രണ്ടെണ്ണം. അപ്പൊ അറിയാം, നല്ലൊരു കൈയ്യടി എടുക്ക്. കറക്റ്റായിട്ടുള്ള ആൻസർ അല്ലേ പറഞ്ഞത്? ജസ്റ്റ് വിരല് മാത്രം നമ്മൾ ടച്ച് ചെയ്യാൻ കൊടുത്തത്. നാളെ കിടത്തില്ല. ഞാൻ സർപ്രൈസ് ആയി പോയി. സാധാരണ അങ്ങനെ നോക്കുമ്പോ ആരെങ്കിലും കൈ പിടിച്ച് ഇത് അനു തന്നെ എന്ന് തർക്കിക്കുന്ന ആളാ. ഇവിടെ അനുവില്ല. അപ്പൊ തന്നെ നോറ്റു. കറക്കിക്കുത്തിയതാണ്. ദൈവമേ, ആരെയും കയറി പിടിച്ച് വലിക്കില്ലേ? അങ്ങനെ കൈ പിടിച്ചിട്ട് കൺഫേം. സാധാരണ ഇങ്ങനത്തെ കാര്യങ്ങൾ പിടിച്ച പോയാലും 10 ഒമ്പത് പറഞ്ഞ ടീമാ. സർപ്രൈസ്. താങ്ക് യു. തന്നെ വേറെ തെറ്റിച്ചില്ല. സന്തോഷമായിരിക്കും. ഞാനത് ചേച്ചീനെ നിർത്താന്. കാരണം പെട്ടെന്ന് ഡ്രസ് ആണെങ്കിലും നീലൊക്കെ പെട്ടെന്ന് കിട്ടും. ഞാൻ ഓർത്തു ഇതിൽ ആ നീലുള്ള രണ്ടുപേരുണ്ടായിരുന്നു, അതിൽ ആരെങ്കിലും ആണെന്ന് പറയുന്നു. എന്തായാലും രക്ഷപ്പെട്ടിട്ടോ. എന്റെ അനിയത്തി എടുത്ത് പറയുക, മാറ്റി പറഞ്ഞ നിന്ന് എന്നോട് കുടുംബം ഉണ്ടാക്കിയിട്ട് വരത്തുള്ളൂ. ഉണ്ടായില്ല. ഓക്കെ, അപ്പം ഇവിടെ പ്രോഗ്രാം ഇവിടെ കഴിഞ്ഞു. ഇനി ഫോട്ടോ എടുക്കുന്നവർക്ക് ഫോട്ടോ എടുക്കാം, ഫുഡ് കഴിക്കാം. അപ്പം വിഷ് യു അഡ്വാൻസ് ഹാപ്പി മാരീഡ് ലൈഫ് രണ്ടുപേരും. ഈ MC ആയിട്ട് വന്ന ആര്യനെ ഞാൻ ഫസ്റ്റ് ടൈമാണ് മീറ്റ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് വർഷങ്ങളായി അറിയാവുന്ന ആരോ പോലെയാണ് എനിക്ക് വേണ്ടി ആൾ ആങ്കർ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആൻഡ് എസ്പെഷ്യലി ഇവിടെ ഇന്ന് ഞങ്ങളുടെ ഇൻവിറ്റേഷൻ ക്ഷണിച്ച് വന്ന എല്ലാവർക്കും, എൻ്റെയും ആൽബിൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഞങ്ങളുടെ രണ്ടുപേരുടെ ഫാമിലീസിൻ്റെയും പേരിൽ ഒരുപാട് നന്ദി പറയുവാണ്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരെയും കണ്ടതിൽ. അതുപോലെ